നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൗലിക കടമകളെക്കുറിച്ച്. മൗലിക കടമകൾക്ക് കടപ്പാട് USSRനോട്. മൗലിക കടമകൾക്ക് കടപ്പാട് USSRനോട്. മൗലിക കടമകളെക്കുറിച്ച് വിശദീകരിക്കുന്ന ആർട്ടിക്കിൾ 51A. മൗലിക കടമകളെക്കുറിച്ച് വിശദീകരിക്കുന്ന ആർട്ടിക്കിൾ 51A. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ കൂട്ടിച്ചേർത്തത് 1976 42 ഭേദഗതി പ്രകാരമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ കൂട്ടിച്ചേർത്തത് 1976 42 ഭേദഗതി പ്രകാരമാണ്. ശുപാർശ ചെയ്ത കമ്മിറ്റി സ്വരൺ സിംഗ് കമ്മിറ്റി. ശുപാർശ ചെയ്ത കമ്മിറ്റി സ്വരൺ സിംഗ് കമ്മിറ്റി. കോടതി വഴി മൗലിക കർത്തവ്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയില്ല. മൗലിക കടമകൾ 11 എണ്ണം. 51A ഭരണഘടന അനുസരിക്കുകയും അതിന്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ബഹുമാനിക്കുകയും ചെയ്യുക. 51A(b) ദേശീയ സ്വാതന്ത്ര്യ സമരത്തെ പ്രചോദിപ്പിച്ച ഉദാത്തമായ ആശയങ്ങളെ വിലമതിക്കുകയും പിന്തുടരുകയും ചെയ്യുക. 51A(c) ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുക. 51A(d) ആവശ്യം വരുമ്പോൾ രാജ്യത്തെ സംരക്ഷിക്കുകയും ദേശീയ സേവനം നൽകുകയും ചെയ്യുക. 51A(e) ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കുമിടയിലും സാഹോദര്യം പ്രോത്സാഹിപ്പിക്കുക. സ്ത്രീകളുടെ അന്തസ്സിന് ഭംഗം വരുത്തുന്ന ആചാരങ്ങളെ അവഗണിക്കുക. 51A(f) നമ്മുടെ സംയുക്ത സംസ്കാരത്തിന്റെ മഹത്തായ പാരമ്പര്യം വിലമതിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. 51A(g) കായലും വനങ്ങളും തടാകങ്ങളും ഉൾപ്പെടെയുള്ള പ്രകൃതി പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുക. ജീവനുള്ളവയോട് ദയ കാണിക്കുക. 51A(h) ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും പരിഷ്കരിക്കുക. 51A(i) പൊതുമുതൽ സംരക്ഷിക്കുകയും ആക്രമം ഒഴിവാക്കുകയും ചെയ്യുക. 51A(j) ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മികവ് പുലർത്താൻ പരിശ്രമിക്കുക. 51A(k) 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും അവരുടെ കുട്ടികളെ സ്കൂളിൽ അയക്കാൻ അവസരമൊരുക്കുക എന്നത് രക്ഷാകർത്താക്കളുടെ കടമയാണ്. അവസാനമായി കൂട്ടിച്ചേർത്ത കടമ 51A(k). അവസാനമായി കൂട്ടിച്ചേർത്ത കടമ 51A(k). 86 ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തത് 51A(k). 86 ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തത് 51A(k). താങ്ക് യു.